ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വേനൽ മഴ നല്ല അടിപൊളിയായിട്ട് തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മഴയ്ക്ക് ഇച്ചിരി ശമനമുണ്ട്, എങ്കിലും ചെറിയ കൂരാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതിവ് പോലെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമുക്കായിട്ടുള്ള ചായയും കൂടെ സ്നാക്സും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷ് കട്ട്ലറ്റും സമൂസയൊക്കെ ആയിരുന്നു. എടുത്ത് പറയാതിരിക്കാൻ വയ്യ, കട്ട്ലറ്റ് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലോട്ടാണ്. നമ്മൾ സ്ഥിരം വരാറുള്ളൊരു സ്പോട്ടാണിത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇതാ കടലിൽ കയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സീസൺ മാറുന്ന കാരണം ബോട്ടൊക്കെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ 3 കുഞ്ഞുങ്ങളെ കണ്ടോ. ഇവർ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുവാണേ. കൂടെ നിൽക്കുന്ന ആൾ CRPF വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ വെറും ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. കാണിച്ചേ, സെറ്റപ്പായിട്ട് വന്നേക്കുക. പിന്നെ എന്താ ഇടാത്ത ഇരയില്ല ഇല്ലയോ? ആരുടെ അടുത്ത് നിര മേടിക്കാൻ വന്നതാ? പിന്നെ ഒന്നും കിട്ടിയതും ഇല്ല. ഇവിടെ നിന്നാ പിടിച്ചത്? ആന്നാ മേളിലെന്ന് പറഞ്ഞാൽ അപ്പുറം ഭാഗം കാണീരത് വൈറ്റ് ഇതിരിക്കുന്നത് ചൂണ്ട. മതി മതി, നിനക്കും ഇല്ലേ ഇര? നിന്റെ കയ്യിലുണ്ട്? അവൻ്റെ കയ്യിലുണ്ട്? എന്തേ തിരിഞ്ഞേ? ഒന്ന് തിരിഞ്ഞേ, കാണീര് വീഡിയോ എടുക്കാണ്. അങ്ങോട്ട് തിരിഞ്ഞേ. അയ്യോ ഇത് എത്ര ചൂണ്ട! അയ്യോ ഇതൊന്നും നിന്റെ ദേഹത്ത് കൊള്ളത്തില്ലേടാ നീ ഇങ്ങനെയൊക്കെ വെച്ചാല്. അതാ നിങ്ങൾ എപ്പോഴും മീൻ പിടിക്കാൻ വരുമോ അതോ ഇങ്ങനെ വല്ലപ്പോഴും? നമ്മുടെ പിള്ളേർ തന്നെ ചൂണ്ടയിടാൻ പോകുന്നുണ്ട്. ഇടേ അതെ, കുഞ്ഞുങ്ങൾക്ക് മീൻ കിട്ടണേ. 3 പേര് ഒരിടത്ത് ഇട്ടോ? നിനക്ക് എത്തുന്ന പോലും ഇല്ലല്ലോ. എടുക്കുവാന്നോ? എന്താ അപ്പുറത്തിടാനോ? അങ്ങനെയൊക്കെ ഭയങ്കര പുലികളാ. ചെമ്മം നിനക്കാന്നാ കിട്ടിയത്? ഇത് ഇവിടെ നിന്നാന്നാ പിടിച്ചത്? അതോ അങ്ങ് പോയോ? ഇടുന്നില്ലയോ? ഇത് ഓരോ സ്ഥലം മാറി മാറി നടക്കുവന്നോ? അപ്പോൾ അതാ ദൂരെ ഒരു കാർഗോ ഷിപ്പ് കിടക്കുന്നുണ്ടോ. നമ്മുടെ ദ്വീപിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കാർഗോ ഷിപ്പാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ദ്വീപിലേക്ക്, അതായത് ഈ ഒരു ജെട്ടിയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. പിന്നെ നമ്മൾ പതിവായിട്ട് കാണുന്ന കാഴ്ചയാണ് ഫിഷിങ്. ഇതാ ഒരു കൂട്ടം മീനുകൾ പോകുന്നുണ്ടോ. നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നത്. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ഫിഷിങ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ പിള്ളേർ വന്നിരിക്കുന്നുണ്ടോ. ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നും ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇവർ മാത്രമല്ല, അപ്പുറത്തൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിതാ നമ്മുടെ ദ്വീപിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ കാർഗോ ഷിപ്പ് അവിടെ നിന്ന് പതുക്കെ മൂവ് ചെയ്ത് നമ്മുടെ ജെട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഇട്ടിരുന്ന ചൂണ്ടയൊക്കെ അബാപ്പന്മാരെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു ഷിപ്പ് ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ അവിടെ ഇട്ടിരുന്ന ചൂണ്ടയൊക്കെ എടുത്ത് മാറ്റി. ഇനി ഇതാ നമ്മുടെ കാർഗോ ഷിപ്പ് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി ഇതിനെ പിടിച്ചു കെട്ടും. അപ്പോൾ നമ്മുടെ ദ്വീപിലേക്ക് വേണ്ടുന്ന അരി, പഞ്ചസാര, അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഒരു കാർഗോ ഷിപ്പിലാണ് വരുന്നത്. ഈ ഒരു മൺസൂൺ ടൈം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ദ്വീപിലേക്ക് സാധനങ്ങൾ വരുന്ന ഈ ഒരു കാർഗോ ഷിപ്പിലാണ്. കാരണം ആ ടൈമിൽ മഞ്ചൊന്നും ഓടത്തില്ല. അപ്പോൾ ഈ ഒരു കാർഗോ ഷിപ്പിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ സാധനങ്ങൾ നമ്മുടെ ദ്വീപിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുന്നത്, കൗതുകത്തോടു കൂടി ഇങ്ങനെ ഷിപ്പ് വരുന്നതും കാർഗോ ഷിപ്പ് വരുന്നതും മഞ്ച് വരുന്നതും അതുപോലെ ബോട്ടുകൾ ഓടുന്നതും ഇതൊക്കെ ഭയങ്കര കൗതുകകരമായിട്ടാണ് കേട്ടോ നമ്മളൊക്കെ നോക്കി കാണുന്നത്. കാരണം നമ്മളിതൊന്നും കണ്ട് വളർന്നവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും പുതുമ തന്നെയാണ്. ദ്വീപുകാർക്കെന്ന് പറഞ്ഞാൽ അവർ സ്ഥിരം ഇത് കണ്ട് അവർ തഴക്കവും പഴക്കവും വന്നു. അപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളും. അവരും ഈ പറയുന്നത് പോലെ ഭയങ്കര എന്താ പറയുക, ആകാംക്ഷയോടുകൂടി ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് നിൽക്കും. ഫോട്ടോസൊക്കെ എടുത്ത് എന്നെപ്പോലെ തന്നെ അവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു കാർഗോ ഷിപ്പിൽ നിന്നും വലിയ ഒരു റോപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ജെട്ടിയിൽ ഒരു വലിയ കല്ലുണ്ട്. ആ ഒരു കല്ലിനകത്ത് കെട്ടി ആ ഒരു കാർഗോ ഷിപ്പിനെ ജെട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ഈ ഒരു ഷിപ്പിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ അതിനകത്തു നിന്നുള്ള റോപ്പ് വലിച്ച് കരയിലേക്ക് കയറ്റുന്നുണ്ട്. ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ആ കല്ലിനകത്ത് ഇത് കെട്ടും. അപ്പം ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒരുപോലെ ഈ വലിയ റോപ്പ് എടുത്ത് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാക്ക് സൈഡിലാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ നിന്നിട്ട് ഇതേ ജോലി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നമ്മളപ്പം എന്താ പറയുന്നത് തെക്ക് ഭാഗത്താണ് നിൽക്കുന്നത് ഈ ഒരു ജെട്ടിയുടെ. അപ്പം ഇതൊന്നും അറിയാതെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഒരു ബോട്ടിനകത്ത് കുറേ ആൾക്കാരെ ജാക്കറ്റും ഒക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവരിതാ ഈ ഒരു നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിൽ കൊണ്ടുവന്നിട്ട് ഓക്സിജൻ സിലിണ്ടറും ഒക്കെ കൊടുത്തിട്ട് ഇവരെ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. കാരണം ഈ ഒരു സീസണിൽ നമ്മുടെ ഈ വെസ്റ്റേൺ സൈഡിൽ ഗസ്റ്റുകളെ ഒന്നും ഇറക്കത്തില്ല. കാരണം ഇപ്പോൾ സീസൺ മാറി. അപ്പോൾ ഇവിടെ ഒരാൾക്കൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്ന് പറയണേ. നമ്മുടെ നാട്ടിൽ ഈ മീനിന് എന്താ പേര് പറയുന്നത് അതൊന്ന് പറയണേ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ചൂണ്ടയിൽ നിന്നും മീനിനെ മാറ്റണം. ആ സമയത്ത് തന്നെ തൊട്ടടുത്ത ഒരാൾക്കും ഈ സെയിം മീനിനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവരതിനെ ഭയങ്കര എഫേർട്ട് എടുത്ത് കരയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മീനിങ്ങനെ തുള്ളി തുള്ളി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. വിട്ടുപോയി ആ മീൻ, ആ ചൂണ്ടയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഒരു ബോട്ടിൽ നിറയെ ഊള മീനുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഊള മീനാണിത്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഊള മീനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് ഈ ഊള മീൻ. പൊരിച്ച് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കറി വെച്ചിട്ടില്ല. പൊരിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല തോനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പൊരിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പെട്ടിയിലോട്ട് തരം തിരിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിനെ മുകളിൽ ആദ്യം നമ്മുടെ ഈ ജെട്ടി തന്നെ വെച്ച് കുറേ നേരം സെയിൽ ചെയ്യും. അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളും. പിന്നെ ബാക്കിയുള്ളത് ഇവർ ടൗണിൽ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ എല്ലാം എടുത്ത് ഈ ഒരു പെട്ടിയിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മുകളിൽ കൊണ്ടുവരും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെയിലിങ്ങും തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു പെട്ടി മീൻ കഴിഞ്ഞു. ഇനി അടുത്ത പെട്ടി അവിടെ കൊണ്ടുവച്ചു. ഇനി 2 പെട്ടിയിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ 100 രൂപയ്ക്ക് 4 ഊളമീനായിരുന്നു കൊടുത്തത്. നമ്മൾ 200 രൂപയ്ക്ക് മേടിച്ചു കേട്ടോ. 200 രൂപയ്ക്ക് നമുക്ക് 8 ഊളമീനിനെ കിട്ടി. അപ്പോൾ എല്ലായിടത്തുനിന്നും ആൾക്കാർ വന്നുണ്ടോ എവിടെ നിന്നൊന്നും അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരും വന്ന് ഈ ഒരു മീൻ മേടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് അപ്പം പിടിച്ചുകൊണ്ട് വന്ന മീനാണ്. എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ. അന്നേരം തന്നെ ഇത് പൊരിച്ചും കറി വെച്ചും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇവർ അവിടെ സെയിൽ ചെയ്തതിൻ്റെ ബാക്കി, അതായത് നമ്മുടെ ഈ ഒരു ജെട്ടിയിൽ വെച്ച് വിറ്റതിൻ്റെ ബാക്കി ഇനി അവർ നമ്മുടെ ടൗണിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അവർ വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ മേടിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതും കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇപ്പം തന്നെ ടൗണിൽ കൊണ്ടുപോയി ഇപ്പം തന്നെ അത് വിറ്റ് തീരും. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വിറ്റ് തീരാൻ വേണ്ടി. ഇപ്പം തന്നെ അത് വിറ്റ് തീർന്നോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ഈ ഊളമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വൈകുന്നേരത്തെ ഒരു കുശലം പറച്ചിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നും നമ്മൾ വൈകുന്നേരം ഈ ഒരു ജെട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ. അതായത് കുറേ ആൾക്കാർ കൂടി നിന്ന് സംസാരിക്കുക, പിന്നെ കുറച്ച് പേര് ഫിഷിങ് ചെയ്യുക, പിന്നെ കുറേ പേര് ഫിഷിങ് കഴിഞ്ഞ് വരുന്നവർ, പിന്നെ കുറേ ഗസ്റ്റുകൾ, പിന്നെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ തിരക്കും. ഭയങ്കര രസമാണ് ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ. ഒരു പ്രത്യേക വൈബാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. നമ്മുടെ മൈൻഡ് ഭയങ്കര ഒരു റിഫ്രഷ് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദ്വീപിലെ പുലിക്കുട്ടികൾ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവന്മാർ ശരിക്കും പറഞ്ഞാൽ പുലികളാണ്. കാരണം ഇവന്മാർക്കെന്ന് പറഞ്ഞാൽ ഓരോ മീനിൻ്റെ പേര് വരെ അറിയാം ഈ കുഞ്ഞുങ്ങൾക്ക്. നമുക്കിങ്ങനെ ഓരോന്നിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.